ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉഴുന്നൊന്നും അരക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലി മാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുക്കുന്നതിന് നമുക്ക് അളവൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റെസ്റ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരിവാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഫുള്ളായിട്ടുള്ള കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കാം, നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മുടെ ഒരു ഉഴുന്നുവടൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്കിത് വലുപ്പാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉഴുന്നുവടൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കിതിന് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ ഓയിലൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള ഓരോ വടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഉഴുന്നൊന്നും അരക്കാതെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.